102ാമത് ജനറൽ കൺവെൻഷൻ്റെ 6ാമത്തെ ദിനം പകൽക്കാലം ദൈവസന്നിധാനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന അനുഗ്രഹീതനായിരിക്കുന്ന ദൈവസഭയുടെ ശുശ്രൂഷകൻ, എൻ്റെ സ്നേഹിതൻ കൂടിയായ പാസ്റ്റർ ബെൻസ് എബ്രഹാം, എനിക്ക് മുന്നമേ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പ്രിയ ഗ്ലാഡ്സൺ വി കരൗട്ട്, എനിക്ക് പിന്നാലെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന പ്രിയ എബ്രഹാം ടൈറ്റസ് പാസ്റ്റർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അനുഗ്രഹീതരായിരിക്കുന്ന ദൈവഭൃത്യന്മാർ, എല്ലാവർക്കും എൻ്റെ മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ശുശ്രൂഷകന്മാർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന പത്തനംതിട്ട സഭ, ആ സഭയുടെ വന്ദനവും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവസഭയുടെ അനുഗ്രഹീതമായിരിക്കുന്ന നേതൃത്വം, ബഹുമാന്യനായ സ്റ്റേറ്റ് ഓവർസിയർ വൈ രജിസാർ, അസിസ്റ്റന്റ് ഓവർസിയർ ഡോക്ടർ ഷിബു കെ മാത്യു, സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ സാംകുട്ടി മാത്യു, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, അവരോടുമുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിച്ചു. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ചിന്താവിഷയമാണ് ദൈവം നമുക്കായി നൽകി തന്നത്. ക്രിസ്തുവിൽ നാം പൂർണ്ണ ജയാളികൾ എന്നാണ് അതിലൂടെ വി ആർ മോർ ദാൻ എ കോൺകറർ എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. കഷ്ടപ്പാടിൻ്റെ മുഖത്ത് പ്രത്യാശയുടെ കിരണങ്ങൾ വിരിയിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഇതിലൂടെ അപ്പോസ്തലനാകുന്ന പൗലോസ് നമ്മെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നത്. ഈ വാക്ക് നമ്മെ ഓർപ്പിക്കുന്ന വസ്തുത, ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ ഭക്തന്മാർ തങ്ങൾക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകളിലോ തങ്ങൾക്ക് ലഭിക്കുന്ന കഷ്ടതകളിലോ അല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. മറിച്ച് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നിത്യമായിരിക്കുന്ന രക്ഷയെ സംബന്ധമായി അവരുടെ ഏവരുടെയും ഉള്ളിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത, ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണമെന്ന് ഈ വചനം നമ്മോട് ഓർപ്പിക്കുക. റോമർക്ക് ഈ ലേഖനം എഴുതുന്നത് AD 56-നും 58-നും ഇടയിൽ കൊരിന്ത്യ പട്ടണത്തിന്റെ അഥേനയിൽ ഇരുന്നു കൊണ്ട്, ഗായൂസിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ് തെർത്തിമോസ് ഈ ലേഖനം എഴുതി തീർക്കുന്നത് പൗലോസിന് വേണ്ടി. ആ സമയത്ത് യെരുശലേമിൽ അധിവസിക്കുന്ന ക്രിസ്ത്യാനികൾ വളരെ കഠിനമായിരിക്കുന്ന, മാരകമായിരിക്കുന്ന പീഡന മുറകളിലൂടെ കടന്നു പോകപ്പെടുകയും അവരുടെ എല്ലാം സമ്പത്തുകൾ അപഹരിക്കപ്പെടുകയും ഒക്കെ ചെയ്ത് നിരാശിതരും നിരാലംബരുമായി മാറിയ ഒരു സമൂഹത്തിന്റെ നടുവിൽ റോമ സാമ്രാജ്യത്തിലുടനീളം അതികഠിനമായിരിക്കുന്ന പീഡന മുറകൾ വിടപ്പെട്ടതിന്റെ പരിണിത ഫലമായി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷണ്ണതയോടെ നിലകൊള്ളുന്ന ക്രൈസ്തവ സമൂഹത്തെ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ഈ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ അവരോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, ലോകത്തിലെ ഒരു കഷ്ടതകൾക്കും നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. ലോകത്തിലെ ഒരു പീഡനത്തിന് നമ്മെ ഒതുക്കുവാൻ കഴിയത്തില്ല. ലോകത്തിലെ ഒന്നും നമ്മെ തകർക്കുവാൻ പര്യാപ്തമായതല്ല. നമ്മുടെ ശരീരത്തെ ക്ഷയിപ്പിക്കാം, നമ്മുടെ മനസ്സിനെ മടുപ്പിക്കാം, പക്ഷെ നമ്മിലുള്ള ഭക്തിയെയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയെയും എടുത്തു കളയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് മുറുകെ പിടിച്ചുകൊണ്ട് നാം മുന്നേറണമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മോടും ഈ കാലഘട്ടത്തിൽ ഓർപ്പിക്കുക. ഇന്ന് പകൽ എന്റെ മുമ്പിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ മക്കളെ,
നമ്മെ തകർത്ത് കളയുവാൻ പല വിധത്തിലുള്ള പീഡനങ്ങളും പല വിധത്തിലുള്ള പ്രതിസന്ധികളും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് മുൻപോട്ട് കടന്നു വരുന്ന സമയത്ത് നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്നത്, നമ്മെ തകർക്കുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളെ ആരെയും നിത്യതയിൽ എത്തിക്കരുത് എന്നുള്ള പൈശാചിക പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മിലുള്ള ഭക്തിയെ ആവശ്യപ്പെട്ടുകൊണ്ട്, നമ്മിലുള്ള ദൈവത്തിനോടുള്ള സ്നേഹത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് ആ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുവാനാ പൈശാചിക മണ്ഡലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പലരെയും നാം പലപ്പോൾ ആയുധമാക്കി എന്ന് വരാം. ആ ഏത് വിധത്തിലുള്ള ആയുധങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന് വരാം. ആ ഉപയോഗിക്കപ്പെടുന്ന ഈ ആയുധങ്ങളൊന്നും നമ്മെ ശാരീരികമായി തകർക്കുന്നതിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ ശാരീരിക തകർച്ച കണ്ടുകൊണ്ട് പൈശാചിക മണ്ഡലങ്ങൾ അവർക്ക് യാതൊരു സന്തോഷവും ഉണ്ടാകുന്നില്ല. നമ്മുടെ സാമ്പത്തികം ക്ഷയിക്കുന്നത് കണ്ടുകൊണ്ട് പൈശാചിക മണ്ഡലത്തിന് യാതൊരു വിധമായിരിക്കുന്ന സന്തോഷവും ഉളവാകുന്നില്ല. പക്ഷേ ഇതിലൂടെയൊക്കെ സംഭവിക്കപ്പെടുന്ന നമ്മുടെ ഭക്തി നഷ്ടപ്പെടുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടായാൽ ആ ഭക്തി നഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട്, ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് പൈശാചിക മണ്ഡലം സന്തോഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അവരോടുകൂടെ നരകത്തിന്റെ അകത്ത് അവകാശികളായി മാറുവാൻ ഒരുവനെ കൂടെ കിട്ടിയല്ലോ എന്നോർത്തുകൊണ്ട് അവർ സന്തോഷിക്കുമ്പോൾ പൗലോസ് പറയുക, ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഷ്ടതയ്ക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഒന്നിനും സാധ്യമല്ല. കാരണം ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് ബന്ധിക്കപ്പെട്ടവരോ. ആ സ്നേഹത്തിന്റെ അകത്ത് നിന്ന് ഞങ്ങളെ വേർപിരിക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് ചുടലവശംദനാദികൾക്കടര വൈഡവേദകം. ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരുവനെ, ജീവനെ ത്യജിക്കുന്ന ഒരുവനെ, പ്രാണനെ വിലയേറിയത എണ്ണാത്ത ഒരുവനെ നശിപ്പിക്കുവാൻ ലോകത്തിലെ ഏത് ശക്തിക്കാ കഴിയുന്നത്? ഏത് അനുഭവത്തിനാ കഴിയുന്നത്? ഇന്ന് പകൽ എന്റെ മുൻപിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തെ ത്യജിച്ചാൽ, ലോകത്തിലുള്ളതിനെ ത്യജിച്ചാൽ നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആ ഭാഗം ആർപ്പിക്കുമ്പോൾ അതിനർത്ഥമാക്കപ്പെടുന്നത് ഈ വാക്യം 8-ാം അധ്യായത്തിന്റെ 18 മുതൽ 39 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയപ്പെടുന്ന കാര്യം, നമ്മൾ സാധാരണ ജയം പ്രാപിച്ചവരല്ല. അസാധാരണമായിരിക്കുന്ന ഒരു ജയം പ്രാപിക്കപ്പെട്ടവരാണ്. ലോകത്തിൽ ആർക്കും ലഭ്യമായി തീരാത്ത, ആരെ കൊണ്ടും സാധ്യമാകാതിരിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ അകത്ത് ഒന്നും കീഴ്പ്പെടുത്തുവാനില്ലാതിരിക്കുന്ന ഒരനുഭവത്തിലേക്ക് നാം കടന്നു വന്ന് സകലത്തെയും ജയിച്ച് മുന്നേറുന്ന ഒരു പടയാളിയുടെ അനുഭവത്തോട് അതിനെ ബന്ധപ്പെടുത്തുകയാണ്. ഈ വാക്യം നമ്മോട് പറയുന്നൊരു വസ്തുതയുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഒരു സാധാരണ മണ്ഡലത്തിലല്ല, ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന യുദ്ധക്കാരന് പറഞ്ഞ യുദ്ധം ചെയ്യുന്ന പടയാളിക്ക് തുല്യമായി, പടയാളികളായി ഒരു പോരാട്ടത്തിനകത്ത് ഏർപ്പെട്ടിരിക്കുക. ആ പോരാട്ടം ഒരു ദിവസത്തേക്കുള്ളതല്ല. വചനം അതിനെക്കുറിച്ച് പറയുമ്പോൾ പടയാളികൾക്ക് സേവാ വിമോചനമില്ല എന്ന, അവർക്ക് വിശ്രമിക്കുവാൻ സമയമില്ല എന്ന, ഏത് സമയത്തും പോരാട്ടത്തിന്റെ അകത്തൂടെ കടന്നു പോകുക. ആ ആത്മിക യുദ്ധത്തിനകത്തൂടെ നാം കടന്നു പോകുന്നു. ആ ആത്മിക യുദ്ധം അന്ധകാരത്തിന്റെ മണ്ഡലത്തോടുള്ള യുദ്ധമാ, മറ്റുള്ളവരോടുള്ള യുദ്ധമല്ല. അന്ധകാരത്തിന്റെ മണ്ഡലത്തോട് നാം യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ നിൽക്കുവാൻ നമുക്ക് കഴിവില്ല, നമുക്ക് തന്നെ നിൽക്കുവാൻ നമുക്ക് പ്രാപ്തിയില്ല, അതിനുള്ള ശക്തി നമ്മിലില്ല. പക്ഷേ ദൈവം നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ധരിപ്പിച്ച്, ദൈവം തന്റെ ശക്തിയെ നമ്മുടെ മേൽ പകർന്നു തന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ ശക്തിപ്പെടുത്തി ദുഷ്ടന്റെ സകല ശക്തിയായും കടത്തിക്കളയുവാനുള്ള, അവന്റെ ആയുധവർഗത്തെ തോൽപ്പിക്കുവാനുള്ള ഒരാത്മിക മണ്ഡലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ്. ഹോരേബ് പർവ്വതത്തിൽ വെച്ച്
മോശ തന്റെ ബലഹീനതകളെല്ലാം ഏറ്റുപറയുന്ന സമയത്ത്, കഴിവില്ലെന്നും വിക്കനെന്നും ഒക്കെ പറയുന്ന സമയത്ത് ദൈവം അവനോട് പറഞ്ഞു, ഞാനാ നിനക്ക് ശക്തി തരുന്നത്, ഞാനാ വിക്കനെ സൃഷ്ടിച്ചത്, ഞാനാണ് നിനക്ക് ശക്തി തരുന്നത്. അന്നത്തെ ലോക പോലീസായ ഫറവോന്റെ മുൻപിൽ ചെന്ന് അവന്റെ ആഭിചാര ശക്തികളോട് ജയിക്കുവാൻ കഴിയുന്ന ഒരു ദൈവകൃപ കർത്താവ് അവന്റെ മേൽ പകർന്നു കൊടുക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ, ഇന്ന് മകൾ ശുശ്രൂഷ മണ്ഡലത്തിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മെ അയച്ചത് ദൈവമാണെങ്കിൽ, നമ്മെ കൊണ്ടുപോകുന്നത് ദൈവമാണെങ്കിൽ, ആ ദൈവം ദൈവത്തിന്റെ ആത്മാവിനെയും ദൈവത്തിന്റെ ശക്തിയായും നമ്മിൽ പകർന്നു തന്നുകൊണ്ട് ജയിക്കുവാൻ ആവശ്യമായ ദൈവകൃപ നമ്മുടെ മേൽ കർത്താവ് നൽകി തരും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നാം ഓർക്കേണ്ട വസ്തുത, നമ്മുടെ ഓരോരുത്തരെയും ക്രൈസ്തവ ജീവിതത്തെ സംബന്ധമായിട്ട് പറയപ്പെടുമ്പോൾ ശാരീരികവും പോരാട്ടവും ആന്തരികമായിരിക്കുന്ന പോരാട്ടവും ഉണ്ട് എന്ന് 8-ാം അധ്യായത്തിനകത്തൂടെ പൗലോസ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ഭാഗമൊക്കെ പല ഭാഗങ്ങളിൽ പല പ്രാവശ്യങ്ങളിൽ വിചിന്തനം ചെയ്തത് കൊണ്ട് ഇനിയും അതിൻ്റെ വിവരണത്തിലേക്ക് അധികമായി ഞാൻ കടന്നു പോകുന്നില്ല. ശാരീരികമായിരിക്കുന്ന പോരാട്ടം നമുക്കുണ്ട്. അപ്പോൾ തന്നെ ആന്തരികമായി മാനസികമായിരിക്കുന്ന മണ്ഡലവുമുണ്ട്. ശാരീരികമായി നമ്മെ തകർക്കുന്ന മണ്ഡലം എന്ന് പറയുന്ന രോഗങ്ങളിടുന്നു. നമ്മെ ഫിസിക്കലായി അറ്റാക്ക് ചെയ്യുവാൻ പരിശ്രമിക്കുന്നു. നമുക്കുള്ള സമ്പത്തുകളെ കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്നു. പലതിനെയും നമുക്ക് വിരോധമാക്കി മാറ്റുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകളായി ക്രൈസ്തവ സഭയുടെ ആരംഭം മുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകത്തിനകത്തുണ്ട്. എന്നാൽ അതിനൊക്കെയും ജയിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കൃപ ദൈവം തന്റെ സഭയുടെ മേലും ദൈവം തന്റെ അഭിഷിക്തന്മാരുടെ മേലും പകർന്നതുകൊണ്ട് ആ അഭിഷേകത്തിന്റെ ശക്തിയാൽ നാളിതുവരെയും വിശ്വാസത്തിൽ മുന്നേറുവാൻ, ദൈവശക്തിയിൽ മുന്നേറുവാൻ ദൈവം തന്റെ സഭയെ സഹായിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാനസികമായി തകർക്കുവാൻ മറ്റൊരു മണ്ഡലം. കാരണം മാനസിക ബലം തകർന്നു കഴിഞ്ഞാൽ, മാനസികമായി നാം തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അധികം അതിനെ മുൻപോട്ട് നിൽക്കുവാൻ കഴിയത്തില്ല. അതിന് സാമ്പത്തിക ക്ലേശങ്ങളിടും, അതിന് അപവാദ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കപ്പെടും. ഇന്നലെ വരെ സ്നേഹിതരായിരുന്നവർ നമുക്ക് വിരോധമായി മാറുന്ന അനുഭവം ഉണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ മാനസികമായി നാം തകരും. ആ മാനസികമായ തകർച്ച പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. പക്ഷെ മാനസികമായി തകരുമ്പോൾ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നതിന്റെ നടുവിൽ ദൈവം വെറുതെ ഇരിക്കത്തില്ല. ദൈവം തന്റെ ദാസന്മാരെ, തന്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട്, ആത്മാവിന്റെ ശക്തിയെ അയച്ചുകൊണ്ട് അവൻ ദൈവത്തെ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വാക്കുകളുടെ മുൻപിൽ പതറിപ്പോയ ഏലിയാവ് തന്റെ വീര്യപ്രവൃത്തി, അത്ഭുതകരമാകുന്ന പ്രവർത്തനത്തിന് ശേഷം ചൂരച്ചെടിയുടെ തണലിൽ മരിച്ചാൽ മതി എന്ന ആഗ്രഹത്തോടെ നിലകൊള്ളുമ്പോൾ മാനസികമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവം തന്റെ ദൂതനെ അവിടേക്ക് അയക്കുക. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതങ്ങളെ, എന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും ഇത്തരം മാനസികമായ വേദനകളിലൂടെ കടന്നു പോകപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മെ തകർക്കുന്ന, നമ്മുടെ ഭക്തിയെ ചോദ്യം ചെയ്യുന്ന, നമ്മെ ഇല്ലാതെയാക്കി കളയുവാൻ, ദൈവത്തോടുള്ള സമീപനത്തെ ഇല്ലാതെയാക്കി കളയുവാൻ, ദൈവത്തോടുള്ള ഭക്തിയെ ഇല്ലാതെയാക്കി കളയുവാൻ, നമ്മെ മാനസികമായി തകർക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾ പല വിധത്തിൽ നമുക്കെതിരെ, നമ്മുടെ ശുശ്രൂഷകൾക്കെതിരെ, നമ്മുടെ തലമുറകൾക്കെതിരെ പോരാടിയ നിരവധിയായ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ ഇടയിലേക്ക് ആ ദൈവം തന്റെ ആശ്വാസവുമായി ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ച്, ദൈവത്തിന്റെ വചനത്തെ അയച്ച് നിങ്ങളെ ആശ്വസിപ്പിച്ച
പ്രവർത്തിച്ച് ഇതുവരെയും ജയത്തോടെ നിർത്തുക. ആ ദൈവത്തിന്റെ കൃപയോർത്തുകൊണ്ട് ഇന്ന് പകൽ നമുക്കൊന്ന് ആരാധിക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ ആളുകൾ നമ്മളോട് പറഞ്ഞു ഇനിയും ഒരു ഉയർച്ചയുണ്ടാകില്ല എന്ന്. എത്രയോ സന്ദർഭങ്ങളിൽ ആളുകൾ നമ്മുടെ നിലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇനിയും കാണത്തില്ല എന്ന്. പക്ഷേ ഞാൻ വിശ്വസിച്ചു, നമ്മൾ വിശ്വസിച്ചു, എനിക്കൊരു ദൈവമുണ്ട്, സകലത്തെയും കീഴ്പ്പെടുത്തിയ ദൈവം. എന്റെ ആ ദൈവം എന്റെ കൂടെയുള്ളത് കൊണ്ട്, ആ ദൈവം എന്റെ സമീപത്തുള്ളത് കൊണ്ട് ശത്രുവിന്റെ വാക്ക് കേൾക്കുവാൻ ദൈവം തയ്യാറായി തീർന്നില്ല. എന്നെ തകർക്കുവാൻ നോക്കിയ ശക്തിക്ക് വിധേയപ്പെടുത്തി വിട്ടുകൊടുക്കുവാൻ ദൈവം തയ്യാറായി മാറിയില്ല. ദൈവം പറഞ്ഞു, അവൻ എന്റെ ദാസനാണ്, എന്റെ ദാസിയാണ്, എന്റെ മകനാണ്, എന്റെ മകളാണ്. അവരെ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ അവരെ എന്റെ രക്തത്താൽ സമ്പാദിച്ചതാണ്. എൻ കാൽവറി മലമുകളിൽ സകലത്തിനും മറുവില കൊടുത്ത് സമ്പാദിച്ചിരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്റെ മക്കളെ ഒരു ശത്രുവിനും തൊടുവാൻ ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ അവരെ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം നമുക്ക് തുണ നിന്നത് കൊണ്ടല്ലേ ഇന്ന് പകൽ രോഗശക്തികളെ ജയിച്ച്, അന്ധകാര മണ്ഡലത്തെ ജയിച്ച്, നിരാശകളെ മറികടന്ന് ഇന്ന് പകൽ നമുക്കിവിടെ ആയിരിക്കാൻ സാധ്യമായി തീരുന്നത്. നമുക്കെതിരെയുള്ള ഈ പോരാട്ടം, ഇത്തരം പോരാട്ടങ്ങളെ അപ്പോസ്തലനാകുന്ന പൗലോസ് ഇവിടെ പറയുമ്പോൾ 8-ാം അധ്യായത്തിനകത്ത് ആ പോരാട്ടത്തെ വിവരിക്കപ്പെടുന്നത് 2 തരത്തിലുള്ള പോരാട്ടം എന്ന അതിനെ കുറിച്ച് പറയുന്നത്. ഒന്ന്, അക്ഷരിക യുദ്ധങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. 2, അക്ഷരിക യുദ്ധങ്ങൾ ഉള്ളതുപോലെ തന്നെ ആത്മിക യുദ്ധവും നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. ഞാനിതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അക്ഷരികമായിരിക്കുന്ന യുദ്ധങ്ങൾ പലതും നമുക്കെതിരെ ഉണ്ട് ഇന്നും. അത് നാം അനുഭവിക്കാറുണ്ട്. നമ്മൾ ആ കടന്നു പോകുന്ന മണ്ഡലങ്ങളിൽ ശാരീരികമായി പലപ്പോഴും അല്ലെങ്കിൽ അതിനെ ജയിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ തകർക്കപ്പെടുമെന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ ദൈവം അതിനുവേണ്ടി ഇറങ്ങി വരുന്നത് കൊണ്ടാ നമുക്കതിൽ ജയിച്ച് മുന്നേറുവാൻ സാധ്യമായി തീരുന്നത്. 2-മത്തേത് ആത്മികമായ യുദ്ധമാണ്. അതിനെ എഫേസ്യ ലേഖനത്തിനകത്ത് നിർവചിക്കുന്നുണ്ട്. ആ നിർവചനത്തിനകത്ത് വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയപ്പെടുന്ന അന്ധകാരത്തിന്റെ ലോകാധിപതി എന്ന് വിളിക്കപ്പെട്ടുകൊണ്ട് അതിനെ സംബന്ധമായിട്ടും പറയുക. അങ്ങനെ ഈ 2 മേഖലകളിൽ നാം ഈ പടക്കളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ തിരുവചനത്തിനകത്ത് പറയപ്പെടുന്നത് ആകെ നമ്മൾ 17 യുദ്ധങ്ങൾ ചെയ്യണമെന്ന. നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യകരമായി വിജയകരമായി പൂർത്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 17 യുദ്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ 17 യുദ്ധങ്ങളിൽ 4 യുദ്ധങ്ങൾ നമ്മൾ ചെയ്യേണ്ടതും 13 നമ്മെ തകർക്കുവാൻ, നമ്മെ ഒതുക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾ പ്രവർത്തിക്കുന്നതുമാണ്. ഈ 4 യുദ്ധങ്ങൾക്കകത്ത് നമ്മോടുള്ളത് 1-മത്തെ ഭാഗം, ആദ്യത്തെ 4 മാത്രം ഞാൻ പറയുകയാണ്. 1-മത്തേത് എന്ന് പറയുന്നത്, 1-ാം യുദ്ധം നമ്മെ ആ പൈശാചിക തന്ത്രം മാനസികമായി തകർക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മാനസികമായി നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുക. കാരണം മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടാൽ എത്ര ശാരീരിക ബലമുണ്ടെങ്കിലും അതിനെ ജയിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. മാനസിക ബലം ഒരുവനുണ്ടെങ്കിൽ, മാനസിക ശക്തി ഒരുവനുണ്ടെങ്കിൽ അവന് എത്ര അശ്വാണെങ്കിലും ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാനായിട്ട് കഴിയും. നാം ഇന്ന് ഓർക്കണം, അവിടെ ആ ദൈവകൃപ വ്യാപരിക്കുന്നത്. അതിന്റെ ശ്രദ്ധേയമായ ഭാഗം കിടക്കുന്നത് ഗോലിയാത്തും ദാവീദും തമ്മിലുള്ള പോരാട്ടത്തിലാ. വലിയൊരു സൈനിക ശക്തി ശൗലിന് സ്വന്തമായി ഉണ്ട്. വലിയൊരു സൈനിക വ്യൂഹം അവനുണ്ട്. യുദ്ധതന്ത്രജ്ഞന്മാർ അവന്റെ കൂടെയുണ്ട്.
ആയുധത്തിന്റെ ബലമുണ്ട്. പക്ഷേ വെല്ലുവിളിയുടെ മുൻപിൽ ഒരായുധവും പ്രയോഗിക്കുവാൻ കഴിയാതെ മാനസികമായി തകർന്ന് മാറി നിൽക്കുന്നവന്റെ വഴിയിൽ മാനസിക ബലത്തോടെ ദൈവം ഒരുവനെ കൊണ്ടുവരികയാ. ആ കൊണ്ടുവരപ്പെട്ടവൻ അധികം യുദ്ധം അറിയത്തില്ല. കാട്ടിൽ ആടുകളെ മേയിച്ചവനാ. ആ മേയിച്ച വ്യക്തിക്ക് യുദ്ധതന്ത്രം അറിയത്തില്ല. യുദ്ധം കാണുവാൻ വന്നവനെന്ന് അവനെ ഓർപ്പിക്കുമ്പോൾ അവൻ പറയുന്ന ധീരമായ ഒരു സാക്ഷ്യം, ആ സാക്ഷ്യത്തിന്റെ നടുവിൽ അവന്റെ മേലുള്ള മാനസിക ബലത്തെ എന്തെന്ന് ലോകം തിരിച്ചറിഞ്ഞു. അവൻ പറയുന്ന യാബീദ് പറയുന്ന ഭാഗം, ഞാൻ ഒരിക്കൽ കാട്ടിലായിരുന്നപ്പോൾ ഒരു സിംഹവും ഒരു കരടിയും എന്ത് ചെയ്തു? ആട്ടിൻകൂട്ടത്തെ നേരിട്ടു. ഞാൻ അവയെ കീറിക്കളഞ്ഞു. എന്തിനായിരുന്നു? ആ സിംഹത്തിന്റെയും കരടിയുടെയും ഒക്കെ കാര്യം ദാവീദ് പറയുന്നത്. അത് പറയുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദാവീദിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി എന്തെന്നറിയുവാൻ, അവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആഴം എന്തായെന്നറിയുവാൻ, അവന്റെ കൂടെ ദൈവമുണ്ടായെന്നറിയുവാൻ ദൈവം അവനൊരു പ്രതികൂലം ഇട്ടുകൊടുത്തു. കാട്ടിലായിരിക്കുന്ന സമയത്ത് അവന്റെ മേൽ വരുവാൻ, അവന്റെ സമ്പത്തുകളെ അപഹരിക്കുവാൻ വരുന്ന പ്രതികൂല ശക്തിയെ കണ്ടപ്പോൾ അവൻ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. അവൻ അതിനെ എതിരിട്ടപ്പോൾ അവന് മനസ്സിലായി, ഈ ശക്തിയെ ജയിക്കാനുള്ള കൃപ ദൈവം എന്റെ മേൽ പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ചില പ്രതികൂലങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ടവരെ, ചില പ്രതിസന്ധികളുടെ നടുവിൽ കണ്ണുനീരോടെ വേദനയോടെ മുൻപോട്ട് പോയവരെ, അത് നിങ്ങളെ തകർക്കുവാനുള്ളതല്ലായിരുന്നു, അത് നിങ്ങളെ ഒടുക്കുവാനുള്ളതല്ലായിരുന്നു. നിങ്ങളുടെ മേൽ പകരപ്പെട്ട നിത്യരക്ഷയുടെയും നിങ്ങളുടെ മേൽ പകരപ്പെട്ട ആത്മിക അനുഭവത്തിന്റെയും നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവകൃപയുടെയും ആഴവും അതിന്റെ ശക്തിയും അത് പ്രവർത്തിക്കുന്നത് എന്നെങ്ങനെ എന്നുള്ള പ്രവർത്തന രീതിയും നിങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം തന്ന ചില പ്രതികൂലമായിരുന്നു. നീ അതിനെ ജയിക്കുവാൻ കഴിഞ്ഞപ്പോൾ മാനസികമായ ബലം ദൈവം നിന്റെ മേൽ പകർന്നു. ചില പ്രതികൂലത്തിന്റെ മുമ്പിൽ നമ്മൾ ഓർത്ത് എന്തിനാ ഈ പ്രതികൂലം വന്നേന്ന്. ചിലത് നമ്മെ തകർക്കുവാൻ വന്നപ്പോൾ നമ്മൾ ഓർത്തു എന്തിനാ ഇത് നമ്മളെ തകർക്കുവാൻ വന്നത് എന്ന്. പക്ഷേ നമ്മെ സകലത്തെയും അറിയുന്ന ദൈവത്തിന്റെ ജ്ഞാനത്താൽ ദൈവത്തിനറിയാം, ഈ ശത്രുവിനെ കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇതിലും പ്രബലമായ ഒന്ന് വരുവാനുണ്ട്. അവനെ തകർക്കുവാനുള്ള ബലം നിനക്ക് നേടിയെടുക്കണമെങ്കിൽ ഇതിനെ തകർക്കുവാൻ നിനക്ക് ശക്തിയുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലായാലേ അത്തരം ശക്തികളെ നേടുവാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കി ദൈവം ആ സമയത്ത് ചില മണ്ഡലങ്ങളിൽ, ചില മേഖലകളിൽ അങ്ങനെ കടന്നുപോയി. ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കുക, ആ ബലം കൊണ്ട് ദാവീദ് പറയുന്നത്, ഞാൻ ഗോലിയാത്തിനെ ജയിക്കും. കാരണം അതിനുള്ള ശക്തി എനിക്കുണ്ട്, അതിനുള്ള അഭിഷേകം എന്റെ മേലുണ്ട്. ആ അഭിഷേകത്തിന്റെ ശക്തി ദൈവം എന്റെ മേൽ പകർന്നതാണ്. എനിക്കത് കൊണ്ട് ജയിക്കാൻ കഴിയും. സ്തോത്രം. നമ്മെ മുൻപിലുള്ള ഈ പോർക്കളത്തിന്റെ അകത്ത്, പോരാട്ടത്തിന്റെ അകത്ത് മാനസികമായി തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമുക്ക് മാനസിക ബലം നൽകി തരികയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, എന്റെ വിശദീകരണത്തിലേക്ക് അധികം പോകുന്നില്ല. രണ്ടാമത്തെ ഭാഗം ഓർപ്പിക്കപ്പെടുന്ന വസ്തുത ഇതാണ്: നമ്മൾ ഏർപ്പെടുന്ന ഇടങ്ങളിൽ നമ്മൾക്ക് എതിരെ ദുഷ്ട ലക്ഷ്യങ്ങൾ ജീവിതത്തിനകത്ത് കിട്ടിത്തരിക. ദൈവഹിതത്തിനനുസൃതമായിട്ടുള്ള ചിന്തകളല്ല, ദൈവവചനത്തിന് വിരുദ്ധമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന്മേൽ ഇട്ടു തരിക. അത് രണ്ടിടത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഏദൻ പർദീസയിൽ ഹവ്വയുമായി സംസാരിക്കുമ്പോൾ പാപം ചെയ്യിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് പാപത്തിന്റെ പ്രലോഭന ചിന്തകൾ ഇട്ടുകൊടുക്കുകയാണ്. കാണാൻ ഭംഗിയുള്ളതാണ്. ഫലത്തിന്റെ വിശേഷണതകൾ മുഴുവൻ പറഞ്ഞ് ദുഷ്ടലക്ഷ്യം ഹൃദയത്തിനകത്തേക്ക് നൽകിക്കൊടുക്കുന്നു. ഇതുപോലെ പലപ്പോഴും പലവിധമായിരിക്കുന്ന ചിന്തകൾ, ദുഷ്ടപരമായിരിക്കുന്ന ചിന്തകൾ
ജീവിതത്തിനകത്ത് നൽകി തരുന്ന സമയത്ത് അതിനെ ജയിക്കാൻ കഴിയണം. അതിനെ ജയിക്കാൻ കഴിയുമെന്ന്, സാത്താന്റെ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ കഴിയുമെന്ന് യേശു ക്രിസ്തു തെളിയിച്ചു. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് താൻ പരീക്ഷയിൽ ഏർപ്പെടുമ്പോൾ ദുഷ്ടപരമായ വചനവിരുദ്ധമായ പല മോഹങ്ങളും പല ചിന്തകളും കല്ലിനോടൊപ്പമായി തീരുക, വീണ് നമസ്കരിക്കുക, ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുക തുടങ്ങിയ പ്രലോഭനങ്ങൾ ആ ക്രിസ്തുവിന്റെ നേരെ, യേശുവിന്റെ നേരെ ഇടുമ്പോൾ അതെല്ലാം ദൈവത്തിന് വിരുദ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട്, തന്റെ ചിന്തകൾക്ക് വിരുദ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട് ആ പൈശാചിക ശക്തിയെ യേശു ശാസിച്ചതുപോലെ അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിൽ പിടിച്ചടക്കി എന്ന്. സ്തോത്രം. അനവധിയായിരിക്കുന്ന നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിരോധമായി വരുമ്പോൾ ആ സമയത്ത് നാം ഒരു കാര്യം ഓർക്കണം, നമുക്ക് തന്നെ ജയിക്കാൻ കഴിയത്തില്ല. ഈ ചിന്തകളെ അതിജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒന്നും നമുക്കില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ബലഹീനതയെ സമ്മതിച്ച്, നമ്മുടെ കഴിവുകേടിനെ സമ്മതിച്ച്, നമ്മുടെ ഇല്ലായ്മയെ സംബന്ധിച്ച്, എന്റെ വിലക്കുറവിനെ സംബന്ധിച്ച് എനിക്ക് പിടിച്ചു നിൽക്കുവാൻ ത്രാണിയില്ല എന്ന ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ ദൈവമേ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ, എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ആ പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. അവിടെ അതിനെ കൊണ്ട് നമുക്ക് ഭക്തിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സാധ്യമാക്കി തീർക്കുക. അടുത്ത പോരാട്ടം എന്ന് പറയുന്നത് സൈദ്ധാന്തികപരമായിരിക്കുന്ന, ദാർശനികമായിരിക്കുന്ന പോരാട്ടങ്ങളാണ്. പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ അതിലൂടെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ദൈവവചനത്തെ അവിശ്വസിക്കുവാൻ തക്ക വിധം അത്തരത്തിലുള്ള ചിന്തകൾ, അതേ പൗലോസ് പറയുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തികളെ പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞ് ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അവർ ആടുകളുടെ വേഷം കൊണ്ട് അവരെന്ത് ചെയ്യും? ചെന്നായ്ക്കളാണ്. അവർ ദുരുപദേശം പ്രസംഗിക്കുന്നവരാണ്. അവരുടെ ഉപദേശം പാഷാണ്ഡ ഉപദേശമാണ്. ആ ഉപദേശം നിങ്ങൾ കേൾക്കുമ്പോൾ സത്യമേത എന്ന് നിങ്ങൾക്കറിയുവാൻ കഴിയത്തില്ലാത്ത വിധം നിങ്ങളെ തെറ്റിച്ച് കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അതാണ് സൈദ്ധാന്തികമായിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ ബൈബിളിന് വിവിധമായിരിക്കുന്ന, വചനത്തിന് വിവിധമായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ നൽകി തന്നുകൊണ്ട് ആ വ്യാഖ്യാനങ്ങളൊക്കെ അതിൽ പലതും വികലമായി മാറുമ്പോൾ ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണം, അനവധിയായ വ്യാഖ്യാനമുണ്ടെങ്കിലും വചനം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ വചനത്തിന്റെ ശക്തി എന്തെന്നും ആ വചനത്തിന്റെ ആധികാരികത എന്തെന്നും, ദുരുപദേശമല്ല എന്ത് കേട്ടാലും അതിന് വചനത്തിൽ തെളിവുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് വചനത്തെ ഒന്നുകൂടെ വിശകലനം ചെയ്ത് സത്യം മാത്രം മുറുകെ പിടിക്കുവാൻ കഴിയുന്ന ഒരനുഭവത്തിനകത്തേക്ക് എത്തുന്നത് ജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എത്രയോ ഉപദേശങ്ങളാണ് ഇന്ന് ലോകത്തിലേക്ക് പുറപ്പെടുന്നത്. എന്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ ഉപദേശങ്ങളൊക്കെ മുമ്പിൽ പലപ്പോഴും പതറപ്പെടും. അടുത്ത ഭാഗം, അടുത്ത പോരാട്ട ഘടകം എന്ന് പറയുന്നത് അനാവശ്യമായ ഉയർച്ച എന്ത് ചെയ്യുക, നൽകി തരിക. ഇതാണ് 4-ാമത്തെ ഭാഗം. അനാവശ്യമായ ഉയർച്ച നമുക്ക് എന്ത് ചെയ്യുക, നൽകി തരിക എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ നമ്മിലുള്ള ഒന്നും ഈ പൈശാചിക മണ്ഡലത്തിന് ആവശ്യമില്ല. ഏത് വിധത്തിലും നമ്മളെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തോൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മളെ കഷ്ടതയുടെ ആഴത്തിലൂടെ കടത്തിവിടും. കഷ്ടതയുടെ, പ്രതിസന്ധികളുടെ, കണ്ണുനീരിന്റെ, രോഗത്തിന്റെ, വേദനയുടെ ഒക്കെ കാലഘട്ടത്തിൽ നല്ലൊരു ശതമാനവും ദൈവത്തിന്റെ ജനം ദൈവസന്നിധാനം വിട്ട് മാറത്തില്ല. ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും ആ കഷ്ടതകളെ മറികടക്കും. അതിനെ അവർ പോരാടി ജയിക്കും. അതിൽ അവർ സന്തുഷ്ടരായി മുൻപോട്ട് പോകും.
ഭക്തി അതിലൂടെ നഷ്ടപ്പെടത്തില്ല എന്ന് മനസ്സിലാക്കുന്ന പൈശാചിക മണ്ഡലം അവിടെ നിന്ന് തന്റെ കളമൊന്ന് മാറ്റും. പിന്നീട് ഉയർച്ചയുടെ കാലഘട്ടമാ. ക്ലേശത്തിനെല്ലാം മാറി പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കുന്ന, പ്രശ്നരഹിതമായിരിക്കുന്ന, സന്തുഷ്ടകരമായിരിക്കുന്ന ഭൂമത്തെ വീക്കപ്പെട്ടതുപോലെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകും. പ്രാർത്ഥന കുറയും, ആരാധന കുറയും, വചന ധ്യാനം കുറയും, പ്രാർത്ഥനകൾക്ക് പോകുന്നത് കുറയും. പലപ്പോഴും ദൈവത്തോട് നമ്മൾ ചില പരിമിതികൾക്കകത്ത് മാത്രം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി മാറും. സ്വർഗം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽ ഒരു കാര്യം ഓർക്കണം. അനുഗ്രഹത്തെയല്ല നമ്മൾ കാണേണ്ടത്, ദാനത്തെയല്ല നമ്മൾ കാണേണ്ടത്, ദാതാവിനെയാണ് നമ്മൾ കാണേണ്ടത്. എനിക്ക് ഈ സകലതും നൽകി തന്ന എന്റെ ദൈവം, ആ ദൈവത്തെ ആരാധിക്കുവാൻ, ആ ദൈവത്തെ സ്തുതിക്കുവാൻ എനിക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹവും ഞാൻ നഷ്ടമാക്കാതെ എന്റെ പൂർണ്ണ ബലത്തോടെ, എന്റെ പൂർണ്ണ ശക്തിയോടെ, എന്റെ പൂർണ്ണ ആത്മാവോടെ എന്തെല്ലാം വന്നാലും, എനിക്ക് നന്മ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, എനിക്ക് അനുഗ്രഹം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും അതല്ല എന്റെ വിഷയം. എനിക്ക് നിത്യതയിലെത്തണം, എനിക്കൊരു ജയാളിയായി മാറണം. എന്റെ ലക്ഷ്യം ആ നിത്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറുകയാണ്. നമുക്കറിയാവുന്ന ഭാഗമാണ്. ഞാൻ അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞു വിടുകയാണ്. സുദീർഘമായ വർഷങ്ങൾ പ്രാർത്ഥിച്ചു കിട്ടിയ തലമുറയെ യാഗമായി അർപ്പിക്കുവാൻ പറയുമ്പോൾ യാതൊരു മടിയും കൂടാതെ മോറിയ ദേശത്തെ മലയിൽ കൊണ്ടുപോയി അർപ്പിക്കുവാൻ തയ്യാറായി തീർന്ന അബ്രഹാം നമ്മുടെ മുമ്പിൽ നിൽക്കുക. ബഹുസമ്പന്നന, പക്ഷേ ദൈവത്തെ കഴിഞ്ഞ് വേറെ ഒന്നിന് സ്ഥാനമില്ല ജീവിതത്തിൻ്റെ അകത്ത്. താൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേടിയ മകൻ, ദൈവിക വാഗ്ദത്ത പ്രകാരം കിട്ടിയ സന്തതി, അതിനെയും യാഗമർപ്പിക്കുവാൻ പറയുമ്പോൾ യാതൊരു മടിയും കൂടാതെ അർപ്പിക്കുവാൻ കഴിയുന്ന അനുഭവത്തെയാ ജയകരമെന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ന് പകൽ എന്റെ മുൻപിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ഓർക്കുക. ദൈവം നമുക്ക് നൽകി തരുന്നതിനെ തിരികെ ചോദിച്ചാൽ യാതൊരു മടിയും കൂടാതെ ദൈവത്തിന് തിരികെ നൽകി കൊടുക്കുവാൻ കഴിയുന്ന ആത്മീയ അനുഭവം നമ്മിലുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ജയിച്ചത്. അത് നൽകി കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ജയിച്ചവരുടെ കൂട്ടത്തിലല്ല, നമ്മൾ തോറ്റുപോയവരുടെ കൂട്ടത്തില, നമ്മൾ പിൻവാങ്ങുന്നവരുടെ കൂട്ടത്തില. ഇന്ന് വരെ ദൈവം തന്ന ദാനത്തെക്കാൾ ഉപരി, ലോകത്തിന്റെ പദവിയേക്കാൾ ഉപരി, ലോകത്തിന്റെ സമ്പത്തിനേക്കാൾ ഉപരി, ലോകത്തിലുള്ള എന്തിനേക്കാളും ഉപരി എന്റെ കർത്താവിനെ ആരാധിപ്പാൻ, എന്റെ ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തിന്റെ ഇഷ്ടം എന്താ എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്യുന്നതിന്റെ അടിസ്ഥാനമായ കാരണം എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. എന്നാൽ ഈ അനുഭവത്തിന്റെ അകത്ത് നിന്ന് പൂർണ്ണമായ ജയം പ്രാപിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എനിക്ക് മുന്നമേ പ്രസംഗിച്ച പ്രസംഗകൻ പ്രിയ ഗ്ലാഡ്സൺ അതിന്റെ ഹിപ്പർ നിക്കോമൻ എന്ന പദം താൻ ഉപയോഗിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനകത്തു നിന്നാണ് കൺകഴർ എന്ന പദം വന്നത്. അത് കൊയിനോനിയ ഗ്രീക്കിന്റെ അകത്ത് നിന്ന് ലാറ്റിൻ വൾഗറ്റിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ആ മോർ ദാൻ കോൺകേറർ എന്ന പദം സൂപ്പർ റമാസ് എന്ന പദത്തിലേക്കാണ് അത് പരിഭാഷപ്പെടുത്തിയെടുത്തത്. ആ പദത്തിന്റെ അർത്ഥം സാധാരണമായിരിക്കുന്ന ഒരു ജയമല്ല, തോൽപ്പിക്കപ്പെടുവാൻ മുൻപിൽ ആരുമില്ലാതിരിക്കുന്ന സമർത്ഥമായ ശക്തമായ ഒരു ജയം ലഭിക്കുന്നു എന്നാണ് അതിലൂടെ അർത്ഥമാക്കപ്പെടുന്നത്. കാരണം തോൽപ്പിക്കപ്പെടുവാൻ ഇനി മുൻപിൽ എന്തില്ല? ശത്രുക്കളില്ല. അതുകൊണ്ട് ആ പടയാളി എന്ന് നമ്മൾ വേറെ ഒരു ട്രാൻസ്ലേഷൻ്റെ അകത്ത് അത് പറയുമ്പോൾ നമ്മൾ പടയാളികളെക്കാൾ വീരന്മാരാണ് എന്ന് ആ പദം ഉപയോഗിക്കുന്നുണ്ട്. വി ആർ മോർ ദാൻ എ കോൺകറർ എന്ന പദം നമ്മൾ പടയാളികളെക്കാൾ വീരന്മാരാണ് എന്ന് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇത്തരം ഇത്തരം കാര്യങ്ങളിലൂടെ യുദ്ധക്കളത്തിൻ്റെ അകത്തുകൂടെ നിൽക്കുമ്പോൾ, പല വിധത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകപ്പെടുമ്പോൾ
നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്നതിന്റെ എല്ലാം നടുവിൽ വളരെ ശക്തമായി ജയിക്കുവാൻ കഴിയുന്ന ഒരനുഭവത്തിലേക്ക് എത്തപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. നാം ഓർക്കണം, ആദ്യമേ ക്രൈസ്തവ സഭ വലിയ പീഡനത്തിനകത്തൂടെ കടന്നുപോയി. അവർ ആ കടന്നു പോകുന്ന പീഡനത്തിന്റെ നടുവിൽ ബാഹ്യമായ സാഹചര്യത്തിൽ ദൈവം അവരെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഈ ലേഖനത്തിലൂടെ പൗലോസ് ഓർപ്പിച്ചു, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എത്ര കഠിനമാണെങ്കിലും, അതാണ് പറയുന്നത് കഷ്ടത, നഗ്നത, ആപത്ത്, വാള എന്നൊക്കെ. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എത്ര ശക്തമേറിയതാണെങ്കിലും എത്ര വലിയതാണെങ്കിലും നിങ്ങളുടെ ഏത് ബാഹ്യമായ സാഹചര്യത്തിലും നിങ്ങളെ നിലനിർത്തുവാൻ, നിങ്ങളെ ജയിപ്പിക്കുവാൻ ദൈവജനത്തിന് സുരക്ഷിതമായിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്ന് പറയുന്നത് കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് എന്നതാ. സ്തോത്രം. ഇന്ന് പകൽ കണ്ണീരിലൂടെ കടന്നു പോകപ്പെടുന്നെങ്കിൽ, ഇന്ന് പകൽ വേദനയിലൂടെ കടന്നു പോകപ്പെടുന്നെങ്കിൽ, ഇന്ന് പകൽ ഭാരത്തിലൂടെ കടന്നു പോകപ്പെടുന്നെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വചനത്തിന്റെ വെളിപ്പാടിൽ ഇന്ന് പകൽ ഞാനൊരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയാം. ആ ദൈവത്തിന്റെ ജനത്തെ അവന്റെ ഭക്തിയിൽ നിന്നാൽ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവന്റെ ഭക്തിയെ അവൻ വിചാരിക്കാതെ അവനിൽ നിന്ന് എടുത്തു കളയുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ഓർക്കേണ്ട ഒരു വസ്തുതയാ, ഞാൻ എന്ത് വന്നാലും എന്റെ കർത്താവിനെ തള്ളി പറയത്തില്ല. ഞാൻ എന്ത് വന്നാലും എന്റെ ദൈവത്തെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ എന്റെ കർത്താവിന് വേണ്ടി അന്ത്യം വരെയും നിലകൊള്ളും. എന്റെ സമ്പത്ത് നശിക്കട്ടെ, എന്റെ ആരോഗ്യം നശിക്കട്ടെ, എനിക്കുള്ള സകലതും ഇല്ലാതെയായി മാറട്ടെ, ഞാൻ ദരിദ്രനായി മാറട്ടെ, എനിക്കുള്ള സകലതും നഷ്ടപ്പെട്ടാലും എന്റെ ക്രിസ്തുവിനെ എനിക്ക് നഷ്ടപ്പെടുന്നില്ലെങ്കിൽ, എന്റെ നിത്യത എനിക്ക് നഷ്ടപ്പെടുന്നില്ലെങ്കിൽ, എന്റെ സൗഭാഗ്യം എനിക്ക് നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിന് ഭയപ്പെടണം? എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മനോഹരമായ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് ഞാൻ പോകുക തന്നെ ചെയ്യും. സ്തോത്രം. ബാഹ്യമായ ഏത് സാഹചര്യത്തിന്റെ നടുവിലും നമ്മെ സുരക്ഷിതമായി നിർത്തുന്ന ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി വളരെ സുപരിചിതമായ ഒരു ഭാഗത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും പരിചിതനായിരിക്കുന്ന പ്രവാചകനായിരുന്നു ഏലിയാവ് എന്ന് പറയുന്നത്. ആ ആണ്ടിൽ ഏലിയാവ് ചെന്ന് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. പിന്നീട് ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ പോയി കെരീത്തിനരികെ ഒളിച്ചിരിക്കണം, അവിടെ നിന്നെ പോഷിപ്പിക്കുവാൻ ഞാനൊരു കാക്കയോട് പറഞ്ഞിട്ടുണ്ട്. അല്പകാലം കഴിഞ്ഞപ്പോൾ കെരീത്ത് വറ്റി, കാക്കയുടെ വരവ് നിന്നു. ആ കാക്കയുടെ വരവ് നിൽക്കുന്ന സമയത്ത് ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഇവിടുത്തെ നിന്റെ ശുശ്രൂഷ അവസാനിച്ചു, ഇനിയും നിനക്ക് സരാഫാത്തിലേക്ക് പോകണം. നാം ഓർക്കണം, ഒരു ചെറിയ കാര്യമല്ല ദൈവം പറയുന്നത്. നാട് മുഴുവൻ ദൂത് പറഞ്ഞ ഏലിയാവിനെ അന്വേഷിക്കുക. ഒരു മുഴുവൻ സൈനിക ശക്തിയും, ആഹാബിന്റെ സൈനിക ശക്തിയും ഇസബേലിന്റെ ആഭിചാര ശക്തിയും ഏലിയാവിനെ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ ഭക്തനെ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്. കെരീത്തിൽ നിന്ന്, കെരീത്ത് തോടിന്റെ അരികിൽ നിന്ന് സരാഫാത്തിലെ വിധവയുടെ വീടിൻ്റെക്കുള്ള ദൂരം എന്ന് പറയുന്നത് 85 മൈൽ ദൂരമുണ്ട്. അത് ഇസ്രായേൽ ദേശത്തുകൂടെ വേണം കടന്നു പോകുവാൻ. നടന്നു പോകുക. കെരീത്തിൽ നിന്ന് സരാഫാത്തിലേക്ക് 85 മൈൽ ദൂരം. ആ ദൂരം ആഹാബ് ഭരിക്കുന്ന, ഇസബേൽ ആഭിചാരം ചെയ്യുന്ന ആ സ്ഥലത്തുകൂടെ നടന്നു പോകുവാൻ ദൈവം ഏലിയാവിനോട് പറയുക. പക്ഷേ നാം ഓർക്കണം, അത് നടന്നു പോകുമ്പോൾ ഏലിയാവിനെ കാണാതിരിക്കാൻ സ്വർഗം തന്റെ കണ്ണെ മറച്ചു. ഏലിയാവിനെ ശത്രു തൊടാതിരിക്കാൻ സ്വർഗം തന്നെ മറച്ചു. ഇന്ന് പകലൊരു കാര്യം ഓർക്കണം, ദൈവം പറയാതെ നിനക്കൊരു അനർത്ഥം ഉണ്ടാകത്തില്ല. ദൈവം പറയാതെ നിന്നെ തൊടുവാൻ ആരെയും അനുവദിക്കത്തില്ല. എത്ര ശത്രു വാതി കെട്ടിയാലും, എത്ര ശത്രു വെല്ലുവിളിച്ചാലും, എത്ര വിരോധമായി എഴുന്നേറ്റാലും ദൈവം അനുവദിക്കാതെ, ദൈവം പറയാതെ അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ നിഴലിൽ നീ ശരണം പ്രാപിക്കും. ഓ ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകരം ആത്മാവിൽ ആരാധിക്കുക. ഇന്ന് പകരം എല്ലാവരും അല്പസമയം കൈയടിച്ച്, എന്റെ കർത്താവ് എനിക്കുണ്ടെങ്കിൽ, എന്റെ ദൈവം എനിക്കുണ്ടെങ്കിൽ, ആ ദൈവം എന്നെ സൂക്ഷിക്കുന്നെങ്കിൽ, ആ ദൈവം എന്നെ സംരക്ഷിക്കുന്നെങ്കിൽ,
ചൂടരബലവ ശബ്ദന അതികൽക്കടര വൈഡവേദകം ജനതികര ഘടകം. ഹല്ലേലൂയ. സുരക്ഷിതമായി സരാഫാത്തിൽ ദൈവം അവനെ എത്തിച്ചു. ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ നമ്മളായിരിക്കുമ്പോൾ ചില സമയത്ത് ഒരു ശുശ്രൂഷയും ചെയ്യാനില്ലാതെ ഒളിഞ്ഞിരിക്കപ്പെടേണ്ട അനുഭവവും നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകും. അതും ഒരു ദൈവത്തിന്റെ പദ്ധതിയാണ്. അതാരുടെയും ഇതല്ല. ദൈവം നിന്നെ ശക്തീകരിക്കുവാൻ ചില ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിൽ ഒരു പ്രവൃത്തിയും വെളിപ്പെടുത്തുവാനില്ലാതെ ഇരിക്കേണ്ട അനുഭവം ഉണ്ടാകും. അതിന്റെ മുമ്പിൽ നിരാശപ്പെടരുത്. അവിടെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും നിൽക്കണം. അല്പസമയത്തേക്ക് ദൈവം അങ്ങനെ ഇരുത്താൻ അനുവദിച്ചാലും ഒരു ദിനമുണ്ട് നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ത് എന്ന് ലോകത്തിന് മുൻപിൽ തെളിയിക്കപ്പെടുന്ന, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആഴം എന്ത് എന്ന് നമ്മിൽ തെളിയിക്കപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകും. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാൻ നമ്മൾ തയ്യാറായി മാറണം. ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിൽ വ്യത്യസ്ത തലങ്ങളുണ്ട്. ആ വ്യത്യസ്ത തലം എന്ന് പറയുന്നത്, കെരീത്തിൽ ആ ഏലിയാവിന് അപ്പവും ഇറച്ചിയും ഉണ്ടായിരുന്നു. പക്ഷെ സാരാഫാത്തിൽ ഇറച്ചിയില്ല, അപ്പം മാത്രമേ ഉള്ളൂ. സ്തോത്രം. സുഭിക്ഷതയിൽ നിന്ന് വലിയ അനുഗ്രഹത്തിലേക്കല്ല, വലിയ നന്മയിലേക്കല്ല. കെരീത്തിൽ കിട്ടിയ അപ്പവും ഇറച്ചിയും സരാഫാത്തിൽ എത്തുമ്പോൾ അപ്പമായി മാറുന്നെങ്കിൽ, ശുശ്രൂഷയുടെ മണ്ഡലത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്ന ചില സമയങ്ങളിൽ ദൈവം നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ചില നന്മയുടെ വഴികൾ നമ്മുടെ മുൻപിൽ അടച്ചു എന്ന് വരാം. ദൈവം ചിലതിനെ നമുക്ക് വേണ്ടി ഇല്ലാതെയാക്കി എന്ന് വരാം. ദൈവം ചിലതിനെ ഒതുക്കി മാറ്റി നിർത്തി എന്ന് വരാം. പക്ഷെ അവിടെയും അധൈര്യപ്പെടരുത്, അവിടെയും കുറ്റം പറയരുത്, അവിടെ ആരെയും നോക്കരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാ, വിളിച്ച ദൈവം വിശ്വസ്തനാ. ഒന്നുമില്ലായ്മയിൽ നിന്നും നിനക്ക് വേണ്ടതെല്ലാം നൽകി തന്ന് ഒരു ശുശ്രൂഷയ്ക്കായി, ഒരു പുതിയ ശക്തിക്കായി, ഒരു പുതിയ അഭിഷേകത്തിനായി, ഒരു പുതിയ ദൈവകൃപയ്ക്കായി നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനാ. ചൂടരബലഭ ശംധന അതികൽക്കടര വൈഡവേദകം ജനതികര ഘടകം. സ്തോത്രം. നാം ഓർക്കണം, ഈ സരാഫാത്തിലേക്ക് ദൈവം വിട്ടതെന്തിനാ? സരാഫാത്തിലേക്ക് ദൈവം വിട്ടതെന്തിനാ? സരാഫാത്ത് എന്ന് പറയുന്നത് സീദോന്യ രാജ്യമാ. സീദോന്യ രാജ്യം. സീദോന്യ രാജ്യത്തിന്റെ പ്രത്യേകത എന്താ? സീദോന്യ രാജാവായിരിക്കുന്ന എഗ്ബാലിന്റെ മകളായിരിക്കുന്ന ഇസബേലാണ് ആഹാബിന്റെ ഭാര്യ. ആ ആഹാബാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് ദുഷ്ടത പ്രബലപ്പെട്ടത്, ആ പ്രബലപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ ദൈവം തന്റെ ഭക്തനെ അയച്ച്, ഇന്ന് പകലൊരു കാര്യം ഓർക്കുക, ആത്മകൃപ വ്യാപരിക്കുന്നവരെ, ദൈവശക്തി വ്യാപരിക്കുന്നവരെ, ഓ പോർക്കളത്തിനകത്ത് നിൽക്കുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്ന ചില മണ്ഡലങ്ങൾക്കകത്ത് ദൈവം നമ്മെ ഉപയോഗിപ്പാൻ ഇരിക്കുമ്പോൾ ശത്രുവിന്റെ പാളയത്തിലേക്കായിരിക്കാം ദൈവം നമ്മെ അയക്കുന്നത്, ശത്രുവിന്റെ ഇടത്തേക്കായിരിക്കും ദൈവം നമ്മെ അയക്കുന്നത്. അവിടെ നാം അധൈര്യപ്പെട്ടു പോകേണ്ടതാ. അവിടെയും ജയിക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി ദൈവം നമ്മുടെ മേൽ പകർന്നു തന്നിട്ടുണ്ട്. ആ പകർന്നു തന്ന ദൈവശക്തിയെ നാം കാത്തു സൂക്ഷിച്ചാൽ നമ്മെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. നാം ഓർക്കണം, എല്ലാവരുടെയും ഇതിനെല്ലാം അടിസ്ഥാനമായ കാരണം എന്തുവാ? നമ്മുടെയൊക്കെ ഭക്തിയെ എടുത്തു കളയുക എന്നുള്ളതാ. നമ്മുടെ നിത്യതയെ നശിപ്പിക്കുക എന്നുള്ളതാ. നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തെ ഇല്ലാതെയാക്കി കളയുക എന്നുള്ളതാ. പക്ഷേ നാം അതിനു വേണ്ടി പോരാടിയാൽ അതിന് ആർക്കും കഴിയത്തില്ല. യോബിന്റെ പുസ്തകത്തിനകത്ത് നമുക്കറിയാം, യോബിന്റെ ഒരു സത്തും പിശാചിന് വേണ്ട, യോബിന്റെ ഒരു അനുഗ്രഹവും പിശാചിന് വേണ്ട. പക്ഷേ ദൈവത്തോട് വാദകെട്ടുന്ന പിശാച് പറയുന്ന ഒരു വാക്കുണ്ട്, നീ അവന്റെ വേലി പൊളിച്ചാൽ അവൻ ദൈവത്തെ തള്ളിപ്പറയും. അവന്റെ വേലി പൊളിച്ചാൽ അവൻ ദൈവത്തെ തള്ളിപ്പറയും. ദൈവം പറഞ്ഞില്ല, അനുഗ്രഹം നോക്കി ഇറങ്ങിയവനല്ല, എന്നെ കണ്ടിറങ്ങിയവനാ, എന്നെ കണ്ടിറങ്ങിയവനാ. അവന്റെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, മക്കൾ നഷ്ടപ്പെട്ടാലും, സകലതും നഷ്ടപ്പെട്ടാലും, എന്നെ വിട്ടിട്ട്, എന്നോടുള്ള ഭക്തിയെ വിട്ടിട്ട് അവൻ ഒരു കാര്യവും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം അല്പസമയത്തേക്ക് വേലി പൊളിച്ചു കൊടുത്തു. ചില പ്രതിസന്ധി വരുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെ അറിയാം. ചില പ്രതിസന്ധി നേരിടുന്നെങ്കിൽ ആ ദൈവത്തിന് നമ്മളെ അറിയാം.
നമ്മുടെ ഭക്തിയെ ദൈവത്തിനറിയാം, നമുക്കുള്ള കൃപ എന്തെന്ന് ദൈവത്തിനറിയാം, നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ ആഴം എത്ര മാത്രമെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന് ഉറപ്പുള്ളവരെ മാത്രമേ, ഭക്തിയോടെ കാണുമെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ ദൈവം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കത്തുള്ളൂ. കാരണം ശിമോനോട് കർത്താവ് പറഞ്ഞു, ശിമോനെ, ഗോതമ്പ് പോലെ നിന്നെ പാറ്റാൻ പിശാചനോട് അനുമതി ചോദിച്ചതാ. പക്ഷേ ഞാൻ അനുമതി, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് ഞാൻ അനുമതി കൊടുത്തിട്ടില്ല. കാരണം അന്ന് രാത്രിയിൽ പാറ്റിയാൽ വിശ്വാസത്തിൽ, ക്രിസ്തുവിനോടുള്ള ഭക്തിയിൽ ശിമോൻ പത്രോസ് കാണത്തില്ല എന്ന ദൈവത്തിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അവനെ പാറ്റുവാൻ സ്വർഗം അനുവദിച്ചില്ല. നാം ഒരു കാര്യം ഓർക്കണം, അത്യന്തികമായിരിക്കുന്നതെന്ന് പറയുന്നത് ലോകത്തിലുള്ളതല്ല. അത്യന്തികമായ വിജയം എന്ന് പറയുന്നത് ലോകം തരുന്നതല്ല. ഈ ലോകത്തിന്റെ ഭൗതികതകളെല്ലാം ഇവിടെ നശിക്കും. എല്ലാം ഉണ്ടായാലും അതിൻ്റെയും അപ്പുറത്ത് ദൈവത്തെ കാണുവാൻ കഴിയുന്ന ഒരാത്മീയ അനുഭവം നമ്മിൽ ഉണ്ടാകണം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിലെ പ്രബലരായിരുന്നു. പക്ഷേ അവർക്ക് ദൈവമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. രാജ്യത്തെ 3 പേരിൽ പ്രധാനിയായിരുന്നവൻ സിംഹത്തിന്റെ ഗുഹയിൽ എറിയപ്പെടുമ്പോഴും അവൻ അതിനു വേണ്ടിയല്ല, ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ, അവന്റെ പ്രാർത്ഥന ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നതിന്റെ നടുവിൽ, ദൈവത്തോടുള്ള ഭക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന്റെ നടുവിൽ അവൻ ജയം പ്രാപിക്കുക. ഇന്ന് പകൽ ആ കർത്താവ് നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. നമ്മളെ ഇവിടെ കാണുവാനല്ല, ലോകത്തിന്റെ ഉന്നതി നേടിയെടുക്കുവാനല്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാനല്ല. കർത്താവ് പറയുന്ന ഒരു കാര്യം 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കെ പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത്, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന. കർത്താവ് നമ്മളെ ഏവരെയും ആ നിത്യതയിൽ പ്രതീക്ഷിക്കുന്നു. ജയാളികളായി മാറി ജയം പ്രാപിച്ചുകൊണ്ട് നമ്മൾക്ക് പൂർണ്ണ ജയം ലഭിക്കുന്ന ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗം നമ്മളെ അവിടെ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി കർത്താവ് വേഗം വരും. ആ കർത്താവിനെ എതിരേൽപ്പാൻ പൂർണ്ണ ജയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്ക് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസംഹരിക്കുന്നു. സർവശക്തൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.